മുടിയഴിച്ചിട്ട് ആർത്ത് വിളിച്ച് കൂവുകയും ചിലപ്പോൾ മുത്തുമണി കിലുങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന മണിയൻകൊട്ട് സാവിത്രിയുടെ ഉച്ചഭാഷണം. എന്താ അത്? ബാവൂരി മഹാറാണയുടെ ശില്പശാസ്ത്രത്തിൽ ഇതിന് പഞ്ചയന്ത്രം എന്ന് പറയും. പഞ്ചഭൂതങ്ങളെ പ്രീതിക്ക് വേണ്ടി ഭവനങ്ങളിൽ സ്ഥാപിക്കേണ്ട യന്ത്രം. ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു. ഒരു പുല്ലാങ്കുഴൽ. രാപ്പകൽ പാലക്കാടൻ കാറ്റ് ഇരമ്പ് വീശും ചെമ്പ്രഭൂമിയിൽ. അപ്പോൾ കുഴൽ കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യക്ഷിഗർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത്. ആ വിദ്യ ഉളിയന്നൂർ കൗടില്യത്തിന്റെ മറ്റൊരു സ്മാരകം. ഉളിയെറിഞ്ഞ് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത് സാവിത്രിയുടെ നാവല്ല, തച്ചുശാസ്ത്രത്തിലെ ഒരു അമരധ്വജന്റെ മഹാസിദ്ധിയെയാണ്. തമ്പുരാൻകുട്ടി തന്നെ പറയും. കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കേസ് ഡയറിയിൽ കൊല ചെയ്തത് മണിയൻകോട്ട് പ്രേതമാണെന്ന് എങ്ങനെ എഴുതി വെക്കും ഞാൻ? ആര് വിശ്വസിക്കും? ഈ പൊട്ടക്കുളത്തിൽ മുങ്ങിച്ചത്തവന്റെ ശവം ചെമ്പ്രപ്പുഴയിൽ എങ്ങനെയാ പൊങ്ങുക? അസംബന്ധം. അസംഭവ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചുശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ്. ഇതിൽ ആര് വീണാലും അവന്റെ ജഡം പുഴയിലേ പൊങ്ങൂ. ഒരു പോലീസുകാരനും അതിൽ സന്ദേഹം വേണ്ട. എന്നുവെച്ചാ അളവ് തെറ്റിപ്പണിയിച്ച അരക്കില്ലമാണ് നെല്ലൂർ മന. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വയ്ക്കുന്നവൻ ആരായാലും ശരി, പതിക്കുന്നത് പടികുഴിയിലേക്കാവും. അന്ന് ഗിരീശൻ ചവിട്ടി വീഴ്ത്തിയപ്പോ ഞാൻ നേരിൽ കണ്ടതാണ് കുളത്തിന്റെ അടിത്തട്ടിലെ വിസ്മയലോകം. കണ്ടാൽ കുളം, ഉള്ളിൽ 140 കോൽ ആഴമുള്ള കിണർ, കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജലപാതം, ഏകദേശം 200 മീറ്റർ നീളമുള്ള ഒരു ടണൽ. നെല്ലൂർക്കാരനവരും എന്റെ അച്ഛനും കുഞ്ഞുണ്ണിയും ഈ ടണലിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ചത്. കിണറിനുള്ളിലെ വായുമർദ്ദം കാരണം വീഴുന്നവൻ നിലകിട്ടാത്ത ആഴത്തിലേക്ക് ആണ്ടുപോകും. കൊണ്ടുപോകുന്നത് നീർമർദ്ദയും സാവിത്രിയുമൊന്നുമല്ല, സാക്ഷാൽ ഭൂഗുരുത്വം. അരനാഴിക നീളമുള്ള നാളിയുടെ അങ്ങേയറ്റം കെട്ടിയിരിക്കുന്നത് ചെമ്പ്രപ്പുഴയുടെ നെഞ്ചിലും. കുളത്തിൽ വീണവന്റെ ശവം ഏറ്റത്തിൽ ഒഴുകി പിന്നെ പൊങ്ങുന്നത് പുഴയിലായിരിക്കും. എന്താ, പരീക്ഷിച്ചു നോക്കിയാലേ വിശ്വാസം വരുന്നുണ്ടോ മീരാൻ? പണിതവനേക്കാൾ മിടുക്കനല്ലേ അഴിച്ചു പണിത എന്റെ ചങ്ങാതി പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസം. സൂരി, അവിടെ നിക്ക. കാലപരിക്കുമ്പോ ധൈര്യം ഉണ്ടാച്ചാ ഇറങ്ങി വാടാ തിരുമേനെ. കുട്ടേട്ടാ, ഇനി നിന്റെ തിലോദകം കഴിഞ്ഞിട്ടാ ഞാൻ കുളിക്കോ? തിരിച്ചു പോവില്ല ചെമ്പ്രയെന്ന് നീയും നിന്റെ സേവകരും. ജീവനോടെ ചൂടുവല്ലാത്ത നീ. കുഞ്ഞുണ്ണിയേട്ടൻ എന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല നിനക്ക്. ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ. ഗുരുവിന്റെ അടിക്ക് നിന്റെ തല തെറിക്കും. ചാവരോടാ നിനക്ക്. അനന്ത വിട്, ഈ തിരുവങ്കനെ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഈ മുറ്റത്ത് നിന്റെ ഒച്ച ഇനി പൊങ്ങരുത്. ഇറങ്ങി പൊക്കോണ ഈ നിമിഷം. പട്ടാഴി തിരുമേനിയുടെ മുമ്പില് പിച്ച വെച്ച് നടക്കുന്ന മകനെ അയച്ച മൂപ്പിലാനുണ്ടല്ലോ നിന്റെ അച്ഛൻ, അയാളെയാണ് എനിക്ക് കാണേണ്ടത്. ഉപദേശിച്ച് പദം വരത്തേണ്ട പ്രായം കഴിഞ്ഞുപോയി മൂർഖന്. താൻ എന്റെ അച്ഛനിട്ട് എന്നെ കുത്തിയല്ലേ? ഇക്കണ്ട കാലം എന്റെ അച്ഛൻ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നിരുന്നത് മനസ്സിലായില്ലേ? പട്ടാളി തമ്പുരാന്റെ ഗുലാനെ തന്നെയാ സൽക്കാരത്തിന് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഓടി വന്നത് മേലടുക്കളയിലെ രുചി നുണയാനല്ല, മണിയൻകോട്ട ആയുധപ്പുരയുടെ ശേഷി അളക്കാനാ. അതും പട്ടാഴി എന്ന് പറഞ്ഞിട്ടാ. അതാ കഥയുടെ ഗുളിക ചുരുക്കം. അതല്ല, തന്തയും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം നിന്നുപോവും മണിയൻകോട്ട് ഗോത്രം. കളി മാധവനോടാ.
108 മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ. ഇനി ഒരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല. അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്തു ജീവിക്കും. അതാണ് നിനക്കുള്ള ശിക്ഷ. പൊയ്ക്കോളൂ. പോടാ. പേടിക്കാൻ തന്നെയാണ് പേടിപ്പിച്ചത്. ഇയാള് ബലിച്ചോറോ പടച്ചോറോ എന്ത് വേണോ ആയിക്കോ, പക്ഷെ എന്റെ ചോറിൽ പാറ്റയിടരുത്. എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പുലിവേട്ടക്കാരൻ ആടിനെ വളർത്തുന്നത് പാല് കുടിക്കാനാ? അല്ലല്ല, പുലിയെ പിടിക്കാനാ. ഇയാളെ കാട്ടി യക്ഷി ക്ഷണിച്ചാൽ യക്ഷി വരും. ഇയാളെ തിന്നാലെന്ന് യക്ഷിയുടെ വിശപ്പ് മാറില്ല. അടുത്തൂരുള്ള ഞാനായിരിക്കും. എന്താ എന്താ അവിടെ? ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞു പഠിപ്പിക്കായിരുന്നു ഞാൻ. ഒന്നുകിൽ പറഞ്ഞത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പറയുക. ഓ, കുട്ടിയെ വെറുതെ പേടിപ്പിക്കാതെ. കുട്ടിയെ പേടിപ്പിച്ചല്ലേ ഉള്ളൂ, അല്ലാതെ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ. എന്താ, ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. ഭയം വേണം. ഇതുപോലൊരു തൃക്കാർത്തിക രാത്രിയിലാണ് നെല്ലൂർക്കാരനവർ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഹരിനാരായണൻ മരിച്ചതും ഇതേ ദിവസ. ഇനി നിന്റെ ഊഴ വാങ്ങിക്കോളൂ. നിന്റെ കയ്യിലും തെളിയട്ടെ ഇവിടെ മുഴുവൻ ലക്ഷം ദീപങ്ങൾ. തുളസി, കുട്ടേട്ടൻ എവിടെ? അത്താഴ പൂജ കൂടി കഴിഞ്ഞേ വരും. ജപിക്കാനിരിക്കുമ്പോ ഈ ഭസ്മം തൊടാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ശരി.